UDF-ൽ ഗംഭീര പൊട്ടിത്തെറികളാണ് നടക്കുന്നത്. പക്ഷേ വി.ഡി. സതീശൻ നാടുനീളെ ഇങ്ങനെ നുണ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കൊണ്ട് ആ പൊട്ടിത്തെറികളുടെ ആഘാതത്തിന് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്ന് വേണം കരുതാൻ. ഒന്നാമത്തെ പ്രധാനപ്പെട്ട പൊട്ടിത്തെറി ലീഗുമായുണ്ടായ വാക്ക് തർക്കവും കൊമ്പുകോർക്കലുമാണ്. ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുകയോ ഇതുവരെ ചെയ്തിട്ടില്ല. നാളിതുവരെ അങ്ങനെ ഒരു പാരമ്പര്യം ലീഗിന് ഉണ്ടായിരുന്നില്ല എന്നാണ് PK കുഞ്ഞാലിക്കുട്ടി ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു വച്ചത്. എന്നാൽ ചില സീറ്റുകൾ വച്ചുമാറുന്ന കാര്യത്തിൽ ഒരു ധാരണ വേണമെന്ന് അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിക്കണമെന്ന് ലീഗ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കോൺഗ്രസ് അതിന് ഇതുവരെ വഴങ്ങിയിട്ടില്ല. നമുക്കറിയാം, മറ്റു പല സംസ്ഥാനങ്ങളിലും കാണുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഘടകകക്ഷികളോട് കോൺഗ്രസ് പെരുമാറുന്നത് എന്ന് ഇതിന് നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയും. അത് മാത്രമല്ല, 2021 UDF വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ മുഖ്യ ഘടകകക്ഷിയായിരുന്ന ലീഗ് ഈ മുന്നണി വിടാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറയുന്ന VD സതീശന്റെ പ്രസ്താവന ലീഗിനെ ആകെ പിടിച്ച് ഉലച്ചിട്ടുണ്ട്. ലീഗിനകത്ത് അത് വലിയ ചർച്ചയായിട്ടുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ ഇക്കാര്യം നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. പക്ഷേ ഇപ്പോഴും അതിന്റെ അലയൊലികൾ ഇങ്ങനെ UDF ക്യാമ്പിൽ ഉയർന്ന് കേൾക്കുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടിയോട് കഴിഞ്ഞ ദിവസം ചില മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഇങ്ങനെ VD സതീശൻ ഇങ്ങനെ പറഞ്ഞുവല്ലോ, അപ്പോൾ അക്കാര്യങ്ങളുടെ വിശദീകരണം നിങ്ങൾ സതീശനോട് തന്നെ ചോദിക്കൂ എന്ന് പറയുകയാണ് കുഞ്ഞാലിക്കുട്ടി ചെയ്തത്. അത് അദ്ദേഹത്തിന്റെ അനിഷ്ടം വ്യക്തമാക്കുന്ന മറുപടിയാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ഇത് ലീഗുമായുള്ള തർക്കം. ഇനി കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങൾ. MP-മാർക്ക് ഈ നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കില്ല, സീറ്റ് ഉണ്ടാകില്ല, MP-മാരും മത്സരിക്കുകയില്ല എന്ന് ഗീർവാണം മുഴക്കി VD സതീശൻ നാടുനീളെ സഞ്ചരിക്കുമ്പോൾ VD സതീശൻ മാത്രമാണ് ഇക്കാര്യത്തിൽ പൊതുവെ സംസാരിച്ച് കേൾക്കുന്നത്. മറ്റു നേതാക്കളൊക്കെ ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് മാറുന്ന അവസ്ഥയാണ്. അതിൽ K. സുധാകരൻ മാത്രമാണ് 110% കണ്ണൂരിൽ നിന്ന് മത്സരിക്കണമെന്ന ആഗ്രഹവുമായി രംഗത്ത് എത്തിയിട്ടുള്ളത്. അത് എത്രമാത്രം സഫലമാകും, എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്നൊന്നും നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഡൽഹിയിൽ വീണ്ടും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മറ്റ് സ്ഥാനാർത്ഥി മുഖങ്ങൾ MM ഹസൻ ഉണ്ട്, VS ശിവകുമാർ ഉണ്ട്, അതുപോലെ തുടങ്ങിയ ഒരുപാട് നേതാക്കളുണ്ട്. ഇവരുടെയൊക്കെ പേരുകൾ പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ടെങ്കിലും MM ഹസന് തിരുവനന്തപുരത്ത് സീറ്റ് ഉള്ളതായി ഇതുവരെ ഒരു ചർച്ചയും വന്നിട്ടില്ല. MM ഹസനെ പൂർണ്ണമായും തഴയുകയും ചെയ്തു. ഇത് MM ഹസന് ഉൾപ്പെടെയുള്ള ആ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട പല നേതാക്കൾക്കും പ്രശ്നമാണ്. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അദ്ദേഹവും സീറ്റിനു വേണ്ടി ദാഹിച്ച് മോഹിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സീറ്റിന്റെ കാര്യത്തിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതല്ലാതെ പ്രശ്ന പരിഹാരത്തിന് ഇതുവരെ കോൺഗ്രസ് പാർട്ടി മുന്നിട്ടിറങ്ങിയിട്ടില്ല, നേതാക്കൾ ഇറങ്ങിയിട്ടില്ല. ഇതും വലിയ പ്രതിസന്ധിയാണ് പാർട്ടിക്കകത്ത് സൃഷ്ടിക്കുന്നത്. അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഉൾപാർട്ടി പോരാട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊന്ന്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻപ് മത്സരിച്ച എല്ലാ സീറ്റുകളിലും അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് ഇടുക്കിയും അതുപോലെ തന്നെ മറ്റു ചില അവരുടെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലെ സീറ്റുകൾ കോൺഗ്രസ് പിടിച്ചു വാങ്ങും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. PJ ജോസഫ് ആകെ ഇടഞ്ഞ് നിൽക്കുകയാണ് എന്ന കാര്യം നമുക്കൊക്കെ വ്യക്തമാണ്. കാരണം വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അങ്ങനെ PJ ജോസഫിന്റെ പാർട്ടി ഇതുമായി സഹകരിക്കുന്നില്ല. പിന്നെ തിരുവനന്തപുരം സീറ്റ് CP ജോണിന് തിരുവനന്തപുരം സീറ്റ് കൊടുക്കും, അതായത് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CP ജോണിന് തന്നെ കൊടുക്കണമെന്ന് VD സതീശൻ തറപ്പിച്ചു പറയുമ്പോൾ VD സതീശൻ ആരാണ് ഇങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനുള്ള ഉത്തരവാദിത്വം നൽകിയത് എന്ന വലിയ ചോദ്യവും പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും ഉയരുന്നുണ്ട്. CP ജോൺ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിലുമൊക്കെ എഴുതിയിട്ടുണ്ട്, താൻ മത്സരിക്കുന്നുണ്ട്, തന്നെ കാലുവാരരുത്, കോൺഗ്രസ്സുകാർക്കും ലീഗുകാർക്കും ഒക്കെ വേണ്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞാൻ കുറെ വീടുകൾ കയറി ഇറങ്ങിയതാണ്, എന്നെ ചതിക്കരുത് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ് പാർട്ടിയിലെ അല്ലെങ്കിൽ UDF-നകത്തെ പൊട്ടിത്തെറികൾ ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ ഈ പൊട്ടിത്തെറികളെ വലിയ വാർത്തയാക്കി കാണിക്കുന്നതിൽ വിമുഖത കാണിക്കുകയാണ്. കാരണം എന്താണ്, VD സതീശൻ നാഴികയ്ക്ക് 40 കള്ളങ്ങൾ എന്ന നിലയിലാണ് അദ്ദേഹം കള്ളങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത്. ആ കള്ളങ്ങൾക്ക് അമിതമായ പ്രാധാന്യം ലഭിക്കുന്നുമുണ്ട്.